ചിരിക്കാൻ വന്നിട്ട് ചിരിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ആകെ ഹലോ ഗായ്സ്, ഞാൻ ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായി. കാര്യത്തിലേക്ക് വരാം കേട്ടോ, നിങ്ങൾ ഇതാക്കുന്നില്ല. അപ്പോഴേ ഞാൻ ലൈവ് ഇട്ടു കുറച്ച് ദിവസം മുമ്പേ. അപ്പോൾ ഈ ലൈവിൽ അറിയാമല്ലോ, ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് പേരെന്താ, വീട് എവിടെയാ, എന്താ ചെയ്യുന്നത്, എവിടെയാ ജോലി, ഇപ്പം എവിടെയാ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം എനിക്കും അതേപോലെ ലൈവിൽ വന്നിട്ട് ഒരു ആൾ ചോദിച്ചു. ആളെ നമുക്ക് അറിയില്ലല്ലോ, കമൻറ്റ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എവിടെയാ വീട്, എന്താ പേര്, എന്താ ജോലി, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. ഹസ്ബൻഡുണ്ടോ, കുട്ടികളുണ്ടോ, കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ലൈവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ അപ്സ്റ്റെയറിൽ ഇരുന്നുകൊണ്ടല്ല ലൈവ് ഇടുന്ന, അകത്ത് വീടിനുള്ളിലിരിക്കാൻ നമുക്ക് വേറെ കൂടെ താമസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തായിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല കോടയാണ്, നല്ല മഞ്ഞാണ്. ഇപ്പോൾ നവംബർ തുടങ്ങി, അപ്പോൾ നവംബർ പകുതി ആവുന്നു. അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫുൾ മഞ്ഞാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഇവിടെ നല്ല മഞ്ഞാണ്. അപ്പോൾ പുള്ളിക്കാരന് എന്നോട് ഇങ്ങനെ എടുത്തു വെച്ചു, അവിടെ ഇപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ, മഞ്ഞുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ നല്ല മഞ്ഞാണ്. ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്കും കോട ഇറങ്ങും. പിന്നെ 6 മണി കഴിഞ്ഞ് ഇപ്പോഴും ഇതാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ. ശരിക്കും ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് പോലും എല്ലാം മൂടലാണ്. ഇവിടെ എല്ലാം മൂടലാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ മഞ്ഞിവിടെ. അപ്പോൾ ഇതൊന്നുമല്ല പറയാൻ വന്നേ. അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് പുള്ളിക്കാരൻ ലൈവിൽ വന്നു, വിശേഷമൊക്കെ ചോദിച്ചു, ഹോസ്പിറ്റലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കാരണവരാണ്, 10-78 വയസ്സോളം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനടുത്ത് എൻ്റെ അച്ഛയായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛ ഇവിടെ എല്ലാവരും എൻ്റെ അച്ഛ ഇവിടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ അച്ഛനെ അങ്ങനെ പറയില്ല. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു, ലക്ഷ്മിയെ എടുത്തി അച്ഛയാണോ? നിൻ്റെ അച്ഛയെ എനിക്കറിയത്തില്ല, അങ്ങനെ അച്ഛയെ ഞാൻ കാരണവരെന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചുവല്ലോ. അപ്പോൾ ആരാന്ന് വിചാരിച്ചിട്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ OPയുടെ അവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അയാൾ അയ്യോ ലൈവിൽ കാണുന്നതിനെ കോട്ടി 10 വയസ്സ് കുറഞ്ഞിരിക്കണം, ലൈവിൽ കാണുന്നതിനെക്കാട്ടി സൂപ്പറാ, ലൈവിൽ കാണുന്നതിനെക്കാട്ടി സുന്ദരിയാ, ലൈവിൽ കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നിന്നെ, അയ്യോ ഇത് എന്തായാലും. അപ്പം ഞാൻ ഇയാളോ അങ്ങനെ പറഞ്ഞു. ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി ലൈവിൽ വന്ന് ഏതോ ഞരമ്പാന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം, എന്താ വീട് എവിടെയാ, എന്താ കാര്യം, വന്നത് പറയൂ എന്ന് പറഞ്ഞു. ഡോക്ടറെ കാണാനാണെങ്കിൽ അവിടെ OPയിൽ ഡോക്ടറുണ്ട്, കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊന്നും വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. കൊള്ളിപ്പെണ്ണെ, നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, ഇന്ന് നമുക്കൊന്ന് പോവും. ആ പരനാറി പറഞ്ഞതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം ആരോ പറഞ്ഞാണെങ്കിൽ ഈ ടൈമും കടന്നു പോകും, ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞ കണക്ക് എവിടെ നിന്നാണെന്ന് അറിയില്ല. എനിക്ക് നല്ല ക്ഷമയുണ്ടായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒച്ച ഇട്ട് തെറിയൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന 2 ചേട്ടന്മാരെ വിളിച്ചുകൊണ്ട് വന്നു, അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വന്ന് സംസാരിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ നല്ല രീതിയിൽ ആദ്യം നിന്നപ്പോഴത്തേക്കും അയാൾ ഇച്ചിരി എന്താ പറയണ വായിലിരിക്കുന്നത് അത്ര സംസാരം ശരിയല്ല. അപ്പോൾ ഞങ്ങളുടെ ചേട്ടന്മാർ ചോദിച്ചു അപ്പോൾ തനിക്ക് നാണമില്ലേ, ലൈവിൽ കണ്ടു, യൂട്യൂബിൽ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദൂരേന്ന്. അപ്പോൾ അയാളുടെ വീട് എവിടെയാണെന്ന് പറയാം, കാസർഗോഡും കഴിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത്. സത്യമായിട്ട് നേരം എനിക്ക് അയാൾ അറിയേയില്ല കേട്ടോ ഗൈസ്. ലൈവിൽ നമുക്ക് ആരെയും കാണാൻ പറ്റുമോ? എല്ലാവരും വന്ന് മെസ്സേജ് ഇടത്തല്ലോ, കമൻറ്റ് ഇടത്തല്ലോ ഉള്ളൂ, നമുക്ക് ആരെയും കാണാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ സത്യാവസ്ഥ പറയാം. അപ്പോൾ അയാൾ പറഞ്ഞു കാഞ്ഞങ്ങാടാന്ന് പറഞ്ഞു. കാഞ്ഞങ്ങാടാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വേഗം ഇവിടുന്ന് ബസ്സുണ്ടാവും,
ചേട്ടൻ പൊയ്ക്കോ, അല്ലെങ്കിൽ വെറുതെ ചേട്ടൻ്റെ ഷേപ്പ് മാറാൻ നിൽക്കണ്ട, പുള്ളിക്കാരത്തി എന്തോ ക്ഷമിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവും, ഓർമ്മയിൽ വന്നത്. നാളെ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ആരെങ്കിലും വന്നാലോ, അല്ലെ അയാൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ, അപ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞല്ലോ ഞാൻ അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, നമുക്കിന്ന് അടിച്ചു പൊളിക്കാൻ കൂടാ എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സാധനങ്ങളൊക്കെ ബാഗൊക്കെ അവിടെ വെച്ചിരിക്കുക, ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നൊക്കെയാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ ചേട്ടന്മാരും ഞാനും കൂടി ആ ഹോട്ടലിൽ ചെന്ന്, നമ്മൾ കുറച്ച് അടുത്താണ്, ഹോട്ടലിൽ ചെന്നു. അയാളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അയാളുടെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം നമുക്ക് അഡ്രസ്സ് തന്നു. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഡ്രസ്സ് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം സത്യമാണ്, കാഞ്ഞങ്ങാടാണ്, പേരും ഒക്കെ പറഞ്ഞത് നോണയാണ്. ഈ 10, 78, 80 വയസ്സായ ഈ കിളവന് പേരൊക്കെ മാറ്റി പറയാൻ അറിയാമല്ലോ. അയാൾക്ക് നാണമില്ലേ? എൻ്റെ ദൈവം, അയാൾക്ക് ഭാര്യയും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ ഇങ്ങനെ ഇയാൾ വല്ല ദൂരേക്കൊക്കെ ഇങ്ങനെ വല്ല പെണ്ണുങ്ങളെ അന്വേഷിച്ച് പോയി വല്ലതും പറ്റിപ്പോയാൽ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനായതുകൊണ്ട് പറ്റി, കാരണം നമ്മളിവിടെ പല കാര്യങ്ങളും കാണുന്നതാണ്. അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചു, ഞാൻ ലൈവ് ഇട്ടത് ഒരു തെറ്റായിട്ടാണെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഞാനൊരു എന്താ പറയുക, ഒരു ഡ്രസ്സ് ഇല്ലാണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്ന, അല്ല സോറി, ഒരു വൾഗാരിറ്റി കാണിക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇന്നുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാലും അറിയാം, ഞാൻ ഇന്നോളം ഞാൻ എൻ്റെ പ്രാർത്ഥന കാണിച്ച് കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഹാപ്പിനെസ് കാണിക്കുമെന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ബോധരല്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വയസ്സായി, എനിക്ക് 52 വയസ്സ്, ഇനി 53 വയസ്സ് വരാൻ പോവാ. എനിക്ക് എന്തിനാണ് ഈ കളവന്മാരും ചെറുപ്പക്കാരും ഒന്നും എനിക്കതിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു സന്തോഷം, അത് വെച്ച് ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഒക്കെ വരാം. കാരണം ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളൊക്കെ ലൈവിൽ സ്ത്രീകളുടെ അടുത്ത് വന്നിട്ട്, അപ്പോൾ ഈ ലൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാമേ, ചില ആൾക്കാർ വന്നിട്ട് അത് കാണിച്ചു തരുമോ, ഇത് കാണിച്ചു തരുമോ എന്നൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുത്തം വന്ന് മിനിഞ്ഞാന്ന് ഞാൻ ലൈവ് ഇട്ട് പറഞ്ഞു ചോദിച്ചു, നല്ല ആൾക്കാർ വന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു നമ്മളിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് മൂലയൊന്ന് കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ ആദ്യം ഞാനത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയെങ്കിലും അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ എല്ലാം മറച്ചിട്ട് നമ്മൾ ഒരു അമ്മയുടെ എന്നുള്ള അമ്മയാണ് ഇരുന്ന് ചെയ്യുന്നതെന്നുള്ള ഒരു ലൈവ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അല്ലാതെ ചെറുക്കന്മാരായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാനോ, നമ്മൾ ആകെ നമുക്ക് എല്ലാം നമ്മൾ പാവപ്പെട്ടതാണ്, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എനിക്ക് കാശില്ല, ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ അടുത്തുനിന്നും ഒന്നും തെണ്ടുന്നില്ല. പിന്നെ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം, നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കൂ എന്നും പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ലൈവ് ഞാൻ ചെയ്യുന്നില്ല. ഞാനൊരു അമ്മയാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് എനിക്ക് എന്നോട് തന്നെ ഉണ്ട്. അപ്പോൾ എന്നോട് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ എൻ്റെ ശരീരം എല്ലാം മറിച്ചിട്ടാണ് ഞാൻ വന്ന് ലൈവ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും മറ്റുള്ളവരോട് എനിക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കുത്തി ഓരോന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുത്തി ഒന്നും പറയില്ല. പക്ഷേ ഒരാൾ പരിചയപ്പെടുമ്പോൾ, ലൈവിൽ ഒന്ന് പരിചയപ്പെടുമ്പോൾ വീട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട് പറയും. അയ്യോ വീട് ഞാൻ പറയത്തില്ല, ഞാൻ വീട് പറയില്ല, ഫോൺ നമ്പർ തരില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് മെമ്പർഷിപ്പ് ലൈവിലേക്ക് പൈസ ഇടണം, എനിക്ക് സൂപ്പർ ചാറ്റിലേക്ക് പൈസ ഇടണം, ഞങ്ങളാകെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖത്തില്ല എന്നൊന്നും പറഞ്ഞല്ല ഞാൻ വീണ്ടും പറയാം ഞാൻ ലൈവ് ഇടുന്നത്. ഒരാളെ ഞാൻ തോന്നിവാസത്തേക്ക്, ഞാൻ എൻ്റെ വായിന്ന് ഒരു തോന്നിവാസം ലൈവിൽ സംസാരിക്കാറില്ല. എനിക്ക് സംസാരിക്കാൻ ഒരു വിഷയമില്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും. ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കും എന്നല്ലാതെ ഞാൻ ഒരു വിഷയം എടുത്ത് വെച്ചിട്ട് അലക്കി കീറി ഉണക്കാനിടുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാഞ്ഞിട്ടും ഈ മുതുകളവൻ വന്നിട്ട് എന്തിനാണ് അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നത്. എന്തിനാണ്, വീട്ടുകാരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ നമ്മുടെ CCTVയിൽ കണ്ടു ഞാനും അയാളും കൂടി നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ആ ഫോട്ടോ എടുത്ത് വെച്ച് അലക്കാവല്ലോ. കിളവനെ വിളിച്ചെന്നോ അല്ലെ കിളവൻ ഞാൻ വിളിച്ചിട്ടാ വന്നതെന്നോ വല്ലതും പറഞ്ഞാൽ. അപ്പോൾ ലൈവ് കൊണ്ട് ഇങ്ങനെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. എന്താ അല്ലേ, വയസ്സായ എന്നെ വിടുന്നില്ലെങ്കിൽ ചെറുപ്പക്കാരായ കുഞ്ഞി പെൺകുട്ടികളെ വിടുവോ കളവന്മാരെ? എന്തിൻ്റെ സൂക്കേടാ? 5 നേരം നിസ്കരിച്ചോ അല്ലെങ്കിൽ രാമായണം വായിച്ചോ
പള്ളിയിൽ പോയി ബൈബിളും വായിച്ചിരിക്കുകയൊക്കെ ചെയ്യേണ്ട പ്രായത്തിൽ കിളവൻ ഇറങ്ങിയിരിക്കുക. നാണമില്ല കിളവ? കിളവന് ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് നല്ല